പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനത്തിൽ യേശു കർത്താവ് ഒരു വ്യക്തിയെ നോക്കിയാൽ ആ വ്യക്തിക്ക് വലിയ മാറ്റം സംഭവിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വിഷയത്തെ നോക്കിയാൽ ആ വിഷയത്തിന്മേൽ വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയാകും. യോഹന്നാൻ്റെ സുവിശേഷം 1:42 അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമുക്കറിയാം ആരാണെന്ന്, പത്രോസിനെ. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആമേൻ. എന്നാൽ യേശു കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. പത്രോസിൻ്റെ ആദ്യത്തെ അവസ്ഥ നമുക്കറിയാം. അവൻ വളരെ ഞാങ്ങണ പോലെയുള്ളൊരു സ്വഭാവമായിരുന്നു. ആടി ഉലയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു പത്രോസിൻ്റെതെന്ന് നമുക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. എന്നാൽ യേശു കർത്താവ് അങ്ങനെയുള്ള പത്രോസിനെ നോക്കിയിട്ട് പറയുകയാണ്, നീ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. ഹല്ലേലൂയ. കേഫ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, പാറക്കഷ്ണം. ഹല്ലേലൂയ. നമുക്ക് ആ പത്രോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോഴറിയാം, അങ്ങനെ ആയിരുന്ന പത്രോസ്, അല്ലെങ്കിൽ ആടി ഉലയുന്ന ഒരു സ്വഭാവ രീതി ആയിരുന്ന പത്രോസിനെ ആമേൻ ഉറപ്പുള്ളവനായി, വിശ്വാസത്തിൻ്റെ വീര്യമുള്ളവനായി, പത്രോസിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് വിലയേറിയതാണ്. വിശ്വാസത്തിൻ്റെ വീര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. യേശുവിൻ്റെ ഒരു നോട്ടം പത്രോസിനെ മാറ്റി അവനെ വിശ്വാസത്തിൽ വീര്യമുള്ളവനാക്കി തീർത്തു. ആമേൻ. മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി തീർത്തു. ഹല്ലേലൂയ. തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വം തന്നിൽ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് 14-ാം അധ്യായം 24-ാം വാക്യം, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി, മിസ്രയീമ്യ സൈന്യത്തിൻ്റെ ഓട്ടം താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആ ചെങ്കടലിൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ. അവരെ പിന്തുടർന്ന് പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ ആശ അവനാൽ പൂർത്തിയാകുമെന്നൊക്കെയും പറഞ്ഞ് ശക്തമായ രഥങ്ങളും കുതിരകളുമായി മിസ്രയീം സൈന്യം കടന്നു വരുമ്പോൾ ആമേൻ ഇതെല്ലാം ഉയരത്തിലിരുന്നു കൊണ്ട് യഹോവ പ്രഭാതയാമത്തിൽ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ ഒന്ന് നോക്കി. ഹല്ലേലൂയ. ആ ഒരു നോട്ടത്തിൽ മിസ്രയീം സൈന്യത്തിൻ്റെ ഓട്ടം, രഥചക്രങ്ങൾ, ശക്തിയുള്ള രഥങ്ങളുടെ ഓട്ടമൊക്കെ താറുമാറായി. ഹല്ലേലൂയ. മിസ്രയീമിയെ, ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു എന്നാണ് പറയുന്നത്, ദൈവവചനത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. അവിടെ നാം കാണുന്ന മിസ്രയീമ്യർ പറയുന്നുണ്ട്, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഹല്ലേലൂയ ചില വിഷയങ്ങളെ കർത്താവ് നോക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മളെ ശത്രുവിൻ്റെ ശക്തികൾ തൊടുവാനിടയാകാതെ കൊണ്ട് പരിപാലിക്കുന്ന ദൈവമാണ്. അതിനായിട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കർത്താവ് ആദ്യം ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം 6 കൽപ്പാത്രകളിലാണ് അവിടെ വെള്ളം നിറയ്ക്കുവാനിടയായത്. അതിൻ്റെ കണക്ക് ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത് 120 ഗ്യാലൻ വെള്ളമാണ് 6 കൽപ്പാത്രങ്ങളിലായിട്ട്
അവിടെ വൈനായിട്ട് തീർന്നതെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ ഒരു ഇടപെടൽ, ആ വിഷയത്തിൽ മേലുള്ള യേശു കർത്താവിൻ്റെ ഇടപെടൽ, ആമേൻ, അവിടെ ആ പ്രതിസന്ധി അതിജീവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. നമ്മുടെ വിഷയം എത്ര വലിയതാണെങ്കിലും നമ്മുടെ കർത്താവ് ഒന്ന് ഇടപെട്ടാൽ, ഹല്ലേലൂയ, അവിടെ വലിയ ദൈവിക വിടുതലുകൾ, ദൈവപ്രവൃത്തികൾ കാണുവാനിടയാകും. ഹല്ലേലൂയ. നമുക്കറിയാം, അവിടെ ആ വീഞ്ഞ് വിരുന്നുവാഴി നോക്കിയപ്പോൾ നേരത്തേതിലും രുചികരമായിട്ട് കാണുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആമേൻ, രുചികരമായ അനുഭവങ്ങൾ പകർന്നു തരുവാൻ നമ്മുടെ ദൈവത്തിൻ്റെ ഇടപെടൽ, ഹല്ലേലൂയ, വളരെ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. നമ്മുടെ വിഷയങ്ങൾമേൽ ദൈവത്തിൻ്റെ ഒരു നോട്ടം, ദൈവത്തിൻ്റെ ഒരു വാക്ക്, അത് അത്ഭുതങ്ങളെ ചെയ്യും. നമുക്കറിയാം, ശിഷ്യന്മാർ ഹല്ലേലൂയ പടകിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു കർത്താവ് അതിൻ്റെ എമരത്ത് തലയുടെ വെച്ചുറങ്ങിയെന്ന് കാറ്റ് കണ്ടപ്പോൾ ശിഷ്യന്മാർ പേടിച്ച് മുങ്ങിപ്പോകുമെന്ന് പേടിച്ചെങ്കിലും യേശു കർത്താവ് എഴുന്നേറ്റ്, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്, ആമേൻ എന്ന് പറഞ്ഞ വാക്കിന് മുൻപിൽ ആ വലിയ കാറ്റും ഹല്ലേലൂയ കടല് ശാന്തമായെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഒരു വാക്കുമതി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ അതിനെ അതിജീവിക്കുവാൻ, അതിന്മേൽ ജയം തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിൻ്റെ ഒരു വാക്കുമതി, കർത്താവിൻ്റെ ഒരു നോട്ടം മതി. നമ്മുടെ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിനെ പരിഹരിക്കുവാൻ, ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ, ഒരു വലിയ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു വിഷയത്തിന്മേൽ ഇടപെടുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ഭാരം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, അത് ദേശത്തിൻ്റെ ആയാലും ഒരു രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒക്കെയും കർത്താവിന് വലിയവ ചെയ്യുവാൻ കഴിയും. കർത്താവിൻ്റെ ഒരു നോട്ടം, കർത്താവിൻ്റെ ഒരു വാക്ക് മതി. പലപ്പോഴും മാനുഷികമായ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് ക്ഷീണിച്ചു പോകുന്നവരായി തീരുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ ഒരു വാക്ക്, കർത്താവിൻ്റെ ഒരു നോട്ടം, അത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. അതിനായിട്ട് കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.